നമസ്കാരം guys, Sanjay, Riya here. Welcome to Trip Couple. എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഇവിടെ നല്ല കിടിലം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇരിക്കണേ ഇവിടെ നിനക്ക് വല്ല ഐഡിയാണ്. ഞങ്ങളിപ്പോൾ ഒരു ഫ്ലൈറ്റിനകത്ത് കയറിയേക്കാണ്. ഞങ്ങൾ ആക്ച്വലി ന്യൂയോർക്കിലെ ലഗോഡെ എയർപോർട്ടിൽ നിന്ന് നോർത്ത് കാരോലിനയിലെ ഷാർലറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിപ്പ് അങ്ങോട്ടല്ല, പക്ഷേ വേറെ സ്ഥലത്തോടാണ്. അതൊക്കെ ഞങ്ങൾക്ക് വഴിയേ പറയാം. ഇതെന്താ പറയുക, 3 വർഷത്തോളം ഞങ്ങൾ കാത്തിരുന്ന ഒരു കിടിലൻ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ കാഴ്ചകൾ വരുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ. ഇപ്പോൾ ഞങ്ങൾ ഈ ഫ്ലൈറ്റ് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തത് ഞങ്ങളിപ്പോൾ നോർത്ത് കാരോലിനയിലെ ഷാർലറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എയർപോർട്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ പോകുന്നത് ഫ്ലോറിഡയിലേക്കാണ്. ഞങ്ങൾ ഫ്ലോറിഡയിൽ പോയിട്ട് ഒന്നൊന്നര ട്രിപ്പ് അടിക്കാൻ പോകണം. 7 ദിവസത്തെ ട്രിപ്പാണ്. കുറേ കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഫ്ലോറിഡയിലെ ഒരു മെയിൻ ആയിട്ടുള്ള സിറ്റിയാണ് ഒർലാൻഡോ. നമ്മളിപ്പോൾ അങ്ങോട്ട് അവിടെയുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ് ചെന്ന് ഇറങ്ങാൻ പോകുന്നത്. എന്താ പറയുക, കുറേ ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരു സിറ്റിയാണ് ഒർലാൻഡോ. ഭയങ്കര വെൽക്കമിങ് ആണെന്നാണ് പറഞ്ഞത്. ആൻഡ് ഇന്ന് ഇവിടെ December 21 ഫ്രൈഡേ ആണ്. അതുകൊണ്ട് തന്നെ ഹോളിഡേ സീസണാണ്. ഇവിടെ നിന്ന് തിരിയാൻ പറ്റണ സ്ഥലമില്ല. മൊത്തം ആൾക്കാരുണ്ട്. തൃശ്ശൂർ പൂരത്തിനുള്ള അത്രയും ടൈപ്പ് ആൾക്കാരുണ്ട് ഇവിടെ. ഭയങ്കര ഞങ്ങളുടെ ഫ്ലൈറ്റ് നിൽക്കുന്നിടത്ത് ആ ഗേറ്റിൽ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. അത്രയ്ക്ക് തിരക്കാണ്. ഫ്ലോറിഡയിൽ ഇതേമാതിരി തിരക്കായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കാഴ്ചയിൽ കാണും. രാവിലെ 8:30 ഫുഡ് കഴിച്ചാണ്. അതിനുശേഷം ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചില്ല. ഞങ്ങൾക്ക് ഫ്ലൈറ്റൊക്കെ പടപടിയായതല്ല. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാണ്ട് ഒരു ഹോട്ടലിലൊന്നും കയറാൻ പറ്റില്ല. നല്ല വിശപ്പുണ്ട്. കാരണം മെനുവിലേക്ക് നോക്കി വെള്ളമൊക്കെ കുടിച്ചു. ഇവിടെയാണ് ഈ ആരും വരണമില്ല. ഫുഡ് വല്ലതും ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ ഒർലാൻഡോയിൽ എത്തിയേക്കാണ്. എനിക്കിപ്പോൾ തന്നെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിൽ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അവിടെ റിസർവേഷൻ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ആകെ പേടിച്ച് പകച്ചുപോയി. ലാസ്റ്റ് നെയിം വെച്ചിട്ടാണ് അവർ ചിലപ്പോൾ അവർ പ്രൊണൗൺസ് ചെയ്തിട്ടുള്ള സ്പെല്ലിംഗ് നോക്കിയേണ്ട എന്തെങ്കിലും തെറ്റായി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ടെൻഷൻ അടിക്കാൻ പോകുന്നത് കാറിനാണ്. റെൻ്റ് കാറിന് പോകണം. കാർ റെൻറ്റിലൊക്കെ ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഭവം പോയി പിക്ക് ചെയ്യണം. അപ്പം അങ്ങോട്ട് പോകും. ഞങ്ങൾ കാർ റെൻറ്റിൽ ഞങ്ങൾ കഴിക്കാമെന്ന് ഇറങ്ങി കയറിയേക്കാം. രാവിലെ മുതൽ ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. വിശന്നിരിക്കാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ കാർ റെൻ്റലിന് വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എയർപോർട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഡീലുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ എന്നെക്കൊണ്ട് എയർപോർട്ടിൽ നിന്ന് എടുപ്പിച്ചിട്ടുണ്ട്. മര്യാദയ്ക്ക് ഞങ്ങൾക്ക് ഹോട്ടലിലോട്ട് വരുന്ന ഷട്ടിലുള്ളതാണ്. ഇപ്പം ഞാൻ അവരെ വിളിച്ചിട്ട് അവരെ എടുക്കുന്നുമില്ല. ഒന്ന് എല്ലാം കൈ കിട്ടി റോഡിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് എന്താ എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നത്. പക്ഷെ വിശക്കുന്നുണ്ട്. റെൻ്റൽ കാറിൻ്റെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അവർ ഫോൺ ചെയ്തിട്ട് എടുക്കണില്ല. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ നോക്കുമ്പോൾ എല്ലാം നല്ല ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ നടക്കണത്. പക്ഷേ എൻ്റെ ബാക്ക് എൻഡിലായിട്ട് കുറേ സംഭവങ്ങളൊക്കെ നടക്കണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ എന്താ പറയുക ഇവിടെ ഗ്രേറ്റ് ഔട്ട്ഡോർസിൻ്റെ മറ്റേ വെസ്റ്റ് കോസ്റ്റ് റോഡ് ട്രിപ്പ് അടിച്ചപ്പോൾ ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കാണിക്കേണ്ട നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാറുള്ളത്. ഇത്തവണത്തെ നമ്മുടെ ഈ വ്ളോഗ് സീരീസ്, അതായത് ഫ്ലോറിഡയുടെ വ്ളോഗ് സീരീസ് നമുക്ക് എല്ലാം കാണിക്കാമെന്നാണ് ഞങ്ങളുടെ ചെറിയൊരു പ്ലാൻ. അപ്പോൾ എന്താ നിങ്ങളിപ്പോൾ എപ്പോഴും ഫ്ലോറിഡയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുമ്പോഴോ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകണമെന്ന് വെച്ചാൽ വള്ളി വിടാറുണ്ട്. എല്ലാം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ഞങ്ങൾ രണ്ടൊരു വെജിറ്റേറിയൻസാണ്. അപ്പോൾ എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഫുഡ് എപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ അമേരിക്കയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ എവിടെ പോയാൽ കിട്ടുന്നത് നമുക്ക് മീറ്റാണ്. വെജിറ്റേറിയൻസാണെങ്കിൽ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. കിട്ടുന്ന ഫുഡാണ് ഭയങ്കര വിലയാണ്. അപ്പോൾ ഞങ്ങളിവിടെ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നു. ട്യൂസ്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഒരു കടയിൽ കയറിയതാണ്. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ 2 പാസ്റ്റ ഓർഡർ ചെയ്തിട്ടുണ്ട്. പാസ്റ്റയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ്. ഒരെണ്ണം വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്യണം. ഞങ്ങൾ അധികം ഫുഡൊന്നും കഴിക്കാത്ത കാരണം വിശപ്പോടെ വന്നിട്ട് കഴിക്കും. ഇപ്പോൾ അധികം വിശപ്പൊന്നുമില്ല. വിശപ്പ് കെട്ടുപോയതാണ് ആക്ച്വലി. അപ്പോൾ ഞങ്ങൾ ഒരു വലിയ പ്ലേറ്റ് വാങ്ങിച്ചിട്ട് അത് ഞങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഫുഡ് എൻജോയ് ചെയ്യട്ടെ. ഞങ്ങളുടെ റെൻ്റൽ കാർ തേടിയുള്ള യാത്രയാണ് ഇപ്പോൾ. ഞാൻ ഷട്ടിലിൽ കയറിയിട്ട് വേറൊരു ടെർമിനലിലോട്ട്
your step. ഒരു നല്ലൊരു അപ്പാപ്പൻ ഇപ്പോൾ ഞങ്ങൾക്ക് എവിടെയാണ് വണ്ടി കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കൂടി ചെല്ലേണ്ടതെന്ന് വെച്ചാൽ 9:30 എത്തണമെന്ന് പറയണേ. ലാസ് വേഗസിലെ അനുഭവത്തിൽ ഞങ്ങൾ കറക്റ്റ് അവിടെ 3 മണിക്ക് എത്തണേന്ന് പറഞ്ഞ് 3:30 4 മണിക്ക് അങ്ങോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ അവർ ഞങ്ങൾക്ക് പറഞ്ഞ് കാർ തന്നില്ല. സോ ഓരോ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ച് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സീൻ ഓടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഹേർട്സ് ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. കോർപ്പറേറ്റ് പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. റിയയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് ഗോൾഡ് മെമ്പർഷിപ്പ് കിട്ടിയത്. ഞാൻ ചെന്നവഴി എനിക്ക് VIP ട്രീറ്റ്മെൻറ്റ് ഒക്കെ ആയിരുന്നു. അവരെൻ്റെ മുഖത്തൊക്കെ നല്ല ഹാപ്പി ആയിട്ട് സംഭവം. നിങ്ങളുടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ നേരെ പോയിട്ട് കാർ എടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് 2nd ഫ്ലോറിൽ പോയിട്ട് കാർ പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി കാർ പിക്ക് ചെയ്യാം. കുറേ നേരെ ഓടിക്കൊണ്ടിരിക്കുന്നു. കൊതിപ്പിക്കാൻ കൊണ്ടുവന്നാണ് പോഷൊക്കെ ഇട്ടേക്കാണ്. പക്ഷെ ഞങ്ങൾ പോകാൻ പോകുന്നത് ഞങ്ങൾക്ക് അത്ര വലിയ നല്ല കാറൊന്നും കിട്ടിയില്ല. ഇവിടെ റഷ് ടൈമാണ്. നല്ല കാറെന്ന് നോക്കിയാൽ ഞങ്ങൾ ഉദ്ദേശിച്ച നല്ല കാർ കിട്ടിയില്ല. എന്നാലും ഒരു ലക്ഷറി കാർ തന്നെ കിട്ടിയേക്കുന്നത്. നമുക്ക് പോയി നോക്കാവേ. സോ 7:13 ഞങ്ങളുടെ കാറുണ്ട്. കാറിനകത്ത് കീ ഉണ്ടെന്ന് പറയാം. അങ്ങനെ നമുക്ക് പോഷ് എടുത്തിട്ട് പോയാലോ. ഇവിടെ റെൻ്റൽ കാറിൻ്റെ സംസ്ഥാന സമ്മേളനമാണ്. ഇഷ്ടം പോലെ കാറുകളാണ്. ഒരു ഗരാജ് ഫുള്ള് കാറുകളാണ്. അപ്പോൾ ഞങ്ങൾ കാർ എന്തായാലും പോയി എടുക്കാൻ പോകണം. ഞാൻ പ്രതീക്ഷിച്ചതൊക്കെ വല്ല മെഴ്സിഡീസോ അത് BMW ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. അത് കിട്ടിയില്ല. ഡീസൻ്റ് വണ്ടി കിട്ടിയിട്ടുണ്ട്. പോയി എന്തായാലും. സോ ഇതാണ് ഞങ്ങളുടെ കാർ. ഇത് ക്രൈസ്റ്റർ 300 എന്ന് പറഞ്ഞ കാറാണ്. ഒരു ലക്ഷറി കാറാണ്. സോ നമുക്ക് ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ രസമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത കുറച്ച് ദിവസത്തേക്കുള്ള ശകടം. വണ്ടിക്കിടലാണ്. ലക്ഷറി കാർ തന്നെയാണെന്നാണ് ഇത് കണ്ടിട്ടൊക്കെ തോന്നുന്നത്. ഓക്കെ, ജീപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ കട്ട ലക്ഷറിയാണ് എന്തായാലും. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കേട്ടോ. ഓടിച്ച് സീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഗിയറില്ലാത്ത വണ്ടിയാണ്. നോബ് തിരിച്ച് വേണം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, കിണങ്ങാച്ചി കാറാണ്. ഓടിക്കാൻ നല്ല സുഖമുണ്ട്. നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ആക്ച്വലി വണ്ടി നല്ല വെയിറ്റും നല്ല പവറും ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ എന്താ പറയുക വെസ്റ്റ് കോസ്റ്റിൽ പോയിട്ട് ടിക്കറ്റ് അടിച്ച പോലെ ഇത്തവണ ടിക്കറ്റ് അടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കണം. എന്താ വെച്ചാൽ ജീപ്പ് ചവിട്ടണം. ഇത് ചവിട്ടിക്ക് ഈ വണ്ടി പറക്കും. അത് കാരണം പയ്യെ ഓടിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിലെത്തി. ഇപ്പോഴാണ് കുറച്ചെങ്കിലും സമാധാനമായത്. ഓടായിരുന്നു ഇത്രയും നേരം. ലാസ്റ്റിൻ്റെ ഹോട്ടലിൽ എത്തിയാണ്. റിയ അകത്ത് പോയിട്ട് ഇതിൻ്റെ റിസർവേഷനും സംഭവമൊക്കെ ഓക്കെ ആക്കാൻ പോയേക്കാണ്. അപ്പോൾ റിയ തിരിച്ചു വന്നാൽ നമുക്ക് ഞാൻ അകത്തോട്ട് പോകും. ഞങ്ങൾ സ്റ്റേ ചെയ്യണത് റിനൈസൻസ് എന്നുള്ള ഹോട്ടലിലാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സീ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടത്തേക്ക് ദൂരദർശനിലൊക്കെ സീ വേൾഡ് കാണിക്കാൻ ഓർക്കണല്ലേ. ഇവിടെ ഫ്ലോറിഡയുള്ള സീ വേൾഡ് അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു വലിയ ഹോട്ടലാണ് റിനൈസൻസിൻ്റെ. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ നാട്ടിലുള്ള കൊച്ചിയിലുള്ള കൊച്ചിൻ്റെ പണ്ടത്തെ റിനൈസൻസ് എന്നായിരുന്നു. ഇതായിട്ടൊരു ബന്ധമുണ്ടോ എനിക്കറിയില്ല. എന്തായാലും റിയ അകത്തേക്ക് പോയേക്കാണ്. പോയി തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള കാര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് സെറ്റാക്കാം.
ലോങ് ഡേ ആയിരുന്നു. രാവിലെ മുതൽ തുടങ്ങിയ ഓട്ടമാണ്. ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ ഹോട്ടലിൽ വന്ന് കയറിയേക്കാണ്. കിടലിന് ഹോട്ടലാണ്. ഇവിടെ വന്ന് കയറി അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ആക്ച്വലി അന്തം വിട്ടുപോയി. കാഴ്ചകളൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഇത് കഴിയുമ്പോൾ ഒന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം. എന്താ പറയുക, ഇവിടെ എല്ലാം ക്രിസ്മസിന്റെ ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന ആൾക്കാരെല്ലാം ക്രിസ്മസിന്റെ സ്വെറ്ററൊക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ എന്നോട് എവിടെയാ പോണേ? അപ്പം ഞാൻ പറയും ഞാനിങ്ങനെ ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ യു ഗൈസ് ഗോണ ഹാവ് ഫൺ. പിന്നെ ഇവിടെ മൊത്തം കുട്ടികളാണെന്നുള്ളതാണ്. ലിഫ്റ്റ് കയറിയപ്പോൾ തുരുന്നുള്ള കുറേ കുഞ്ഞു കുട്ടികൾ. ചിലപ്പോൾ എലവേറ്റർ സ്ഥലത്ത് എത്തിയിട്ട് ഡോർ ഇറങ്ങുമ്പോൾ കുറെ പേരുടെ ഇറങ്ങിപ്പോകും. അമ്മയും അച്ഛനൊക്കെ പിന്നാലെ കൂടി പോയിട്ട് അതുകൊണ്ട് പിടിച്ചിട്ടകത്തോട്ട് അമ്മാരി 1 2 3 4 എല്ലാം ഉണ്ട് വേണ്ടി പോട്ടെ. ഇങ്ങനെയാണ് ഓരോ നില. അപ്പൊ ഞങ്ങൾ 7ാമത്തെ നിലയിലാണ്. ഇതൊരു കിങ് സൈസ് ബെഡ്റൂം ആണ് ഞങ്ങൾ എടുത്തത്. വളരെ എന്താ നല്ല ക്ലീൻ ആണ്. നമുക്കൊരു കിണങ്കാച്ചി ഒരു ഹോട്ടൽ റൂം ടൂർ ആയാലോ? ഹോട്ടലൊന്നും മൊത്തമായിട്ട് കാണിച്ചു തരാവേ. എൻ്റെ വലുപ്പം. നമ്മളിപ്പോൾ നിൽക്കുന്നത് 7th ഫ്ലോറിലാണ്. സോ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ നടുക്കുള്ള കോർട്ട്യാർഡും ലോബിയും ഒക്കെയാണ്. താഴെ നമുക്ക് അങ്ങോട്ട് പോവാവേ. യാത്ര ചെയ്ത് ടയർഡായിട്ട് ഇടങ്ങേറായിട്ടിരിക്കുകയാണ്. റൂമിൽ വന്നു. ഞങ്ങൾക്ക് ഈ ഹോട്ടലൊന്നും മൊത്തം എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ല. ഇപ്പോൾ രാത്രി 11 മണി ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോവാണ്. നാളെ രാവിലെ എടുത്ത് ഞങ്ങളുടെ അടുത്ത 1-1.5 ലൊക്കേഷനിലോട്ട് പോകാനുള്ള സംഭവമാണ്. ഫ്ലോറിഡയിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണാനാണെങ്കിൽ കുറേ കുളിക്കണ കുറേ സീൻസ് ഉണ്ട്. വന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നത് വാഴയും തെങ്ങൊക്കെയാണ്. കേരളത്തിൽ നിന്ന് മോഡേണൈസ് ചെയ്തേക്കണ എങ്ങനെയാണോ അതിലേക്ക് കായലും കുറേ തെങ്ങും വാഴ എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ കേരളത്തിനെ പിടിച്ച് മോഡേൺ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടോ അതാണ് ഫ്ലോറിഡ. അത് ഫീൽ കൊണ്ട് വരുന്നത്. ഫ്ലോറിഡ ഞങ്ങളുടെ ഡ്രീമിലുണ്ടായിരുന്ന കുറേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോൾ ഒക്കെ ഞാൻ ഫ്ലോറിഡയിൽ പോകണം. ആൻഡ് ഞങ്ങൾ എപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാലും ആൾക്കാർ പറയുന്ന ഒരു സ്ഥലമായിരുന്നു ഫ്ലോറിഡ. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഫ്ലോറിഡയിലേക്ക് വരുന്ന പല പ്ലാൻസ് നടത്തുന്നത് എല്ലാം കുളവും. ഒന്നൊരു ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ലീവിൻ്റെ പ്രശ്നങ്ങൾ, ഇവിടെ കാറ്റ് വീശണ കാര്യങ്ങൾ, അങ്ങനെ എല്ലാ തവണയും ഓരോ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഫൈനലി ഞങ്ങൾ ഫ്ലോറിഡയിലെത്തി. അത് ഏറ്റവും ബിസിയസ്റ്റ് ടൈമിൽ ഇവിടുത്തെ ക്രിസ്മസ് ടൈം എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള അമേരിക്കയിലെ എല്ലാ ഭാഗത്തും തണുപ്പാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ വരുന്ന സ്ഥലമാണ് ഫ്ലോറിഡ. എയർപോർട്ടിലും പ്ലെയിനിലും ഒക്കെ എന്തൊരു തിരക്കായിരുന്നു എന്നറിയാമോ. സോ ഇവിടെ ഈ ഹോട്ടലിൽ തന്നെ ഇത്രയും വലിയ ഹോട്ടലിൽ ഫുൾ ബുക്ക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുറേ ഹോട്ടലുകളും ഉണ്ട് ഇവിടെ. ആൻഡ് ഇതൊരു എന്താണ് ഫൺ സ്ഥലമാണ്. നാളെ ഞങ്ങൾ പോകാൻ പോകുന്നത് ഫ്ലോറിഡയിലാണ്. നാസ. സോ ഞങ്ങൾ നാസയിലോട്ടാണ് പോകുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. എന്താ പറയുക, ഞങ്ങൾക്കും കുറേ ക്യൂരിയോസിറ്റി ഉണ്ട്. ആൾക്കാർക്ക് കാണണമെന്ന് ആഗ്രഹമുള്ള സ്ഥലമാണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾ നാളെ ഹെഡ് ചെയ്യാൻ പോകുന്നത് നാസയിലോട്ടാണ്. അവിടെ നിന്ന് ട്രിപ്പ് നേരെ പോകുന്നത് ഞങ്ങൾ മയാമിയിലോട്ടാണ്. മയാമിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കീ വെസ്റ്റിലോട്ടാണ്. കീ വെസ്റ്റിൽ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഡിസ്നി വേൾഡിലോട്ടാണ്. അങ്ങനെ ഒരു ഫൺ പാക്ഡ് 7 ദിവസത്തെ ഒരു കിണ്ണങ്കാച്ചി ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഞങ്ങൾ സാധാരണ ഒരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ ഞങ്ങൾ സസ്പെൻസ് വെച്ച് ഓരോന്നായിട്ട് ഞങ്ങൾ വയ്ക്കാറുണ്ട്. ഇതാണ് നോ സസ്പെൻസ്. എല്ലാവർക്കും കാണാൻ ആഗ്രഹമുള്ള കുറേ സ്ഥലങ്ങളാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിലൊന്നും നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു 2 ആഴ്ചത്തെ ഒരു മാസത്തെ മുമ്പ് ചെയ്താൽ മാത്രമാണ്. ഇപ്പോൾ ഡിസ്നിലാൻഡ് ഒക്കെ വരികയാണെങ്കിൽ കുറേ ഹാക്സ് ഒക്കെ ഉണ്ട്. സോ എല്ലാം ഞങ്ങൾ വഴിയെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളത്. സോ ഇതൊരു കുറേ പേർക്ക് ഡ്രീം ലൊക്കേഷനാണ് ഇത് ഇവിടെ എത്തണം എന്നുള്ളത്. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ ഈ ട്രിപ്പിലായിട്ട്. നാളെ നാസയിൽ നിന്ന് തുടങ്ങി
തുടങ്ങുകയാണ് ഈ യാത്ര. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യൂ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് ബാക്കി ഈ യാത്രയുടെ ബാക്കി കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച നാസയിൽ വെച്ച് കാണാം. ഓക്കെ.